ഇന്ന് മുട്ട കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു കടായി ചൂടായി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കും. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 250 കപ്പിന് 1/2 കപ്പ് മൈദപ്പൊടി കൂടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കും. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പാല്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അടിച്ചെടുക്കണം. ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഒരു സോസ് പാൻ ചൂടായതിലേക്ക് അല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് ഈ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച മസാല ഇതുപോലെ വിതറി ഇട്ട് കൊടുക്കാം. മസാല ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 3 മുട്ട പുഴുങ്ങിയെടുത്തത് ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തത് വേണം. ഇനി ഇതിൻ്റെ മുകളിൽ മുട്ട ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കും. ഇതുപോലെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 3 മുട്ട കട്ട് ചെയ്തതും വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇതുപോലെ അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ച് കൊടുത്തിട്ട് അടിയിലൊരു പഴയ പാൻ വെച്ചിട്ട് 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതിപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാൻ ചൂടായതിലേക്ക് അല്പം നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് അതിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൊരിപ്പിച്ചെടുത്താൽ മതി. അങ്ങനെ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. താങ്ക് യു ഫോർ വാച്ചിങ്.